നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ മഹാദേവിയെ നമ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ധാരാളമായിട്ട് ആളുകൾ നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ നമ്മൾ വ്രതം എടുക്കാറുണ്ടല്ലോ, അപ്പോൾ അത് ഒരിക്കലായിട്ട് എടുക്കാറുണ്ട്, ഉണ്ണാവ്രതമായിട്ട് എടുക്കാറുണ്ട്, ഏകാശി പോലെ ഉള്ള വ്രതങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ വ്രതങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് വിധാനങ്ങളുണ്ട്. എന്നാലും കോമൺലി എല്ലായിടത്തും നിലനിൽക്കുന്നതായിട്ടുള്ള കുറച്ച് വിധാനങ്ങളിൽ നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഏകാദശി പോലുള്ള ഒരിക്കലും എങ്ങനെയാണ് എടുക്കുക, അല്ലെങ്കിൽ ഏകാശി എങ്ങനെയാണ് നോക്കേണ്ടത്, ഒരിക്കലല്ല ഏകാശി എങ്ങനെയാണ് നോക്കേണ്ടത് നോക്കാം. അപ്പോൾ ഏകാശിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ എന്ത് ചെയ്യാം, അമ്പലത്തിൽ പോയിട്ട് തുളസി തീർത്ഥം കുടിച്ച്, അല്ലെങ്കിൽ തുളസി തീർത്ഥം വീട്ടിലാണെങ്കിൽ തുളസി തീർത്ഥം കുടിച്ച് നമുക്ക് ഏകാശി തുടങ്ങാം. അതിൽ സാധാരണ അരി നെല്ലൊക്കെ അമ്പലത്തിലാകുമ്പോൾ അക്ഷത ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതല്ല തുളസി തീർത്ഥമായിട്ട് തന്നെ കുടിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അക്ഷത ഉപയോഗിക്കാത്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ഷേത്രത്തിൽ തന്നെ നമുക്ക് തീർത്ഥം കുടിക്കാം. തീർത്ഥം കുടിച്ച് അന്നത്തെ ദിവസങ്ങൾ ഭഗവാന്റെ അടുത്ത് തന്നെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് നാമം ജപിച്ച് ഭഗവാന്റെ അടുത്ത് അമ്പലത്തിൽ ഇരിക്കാൻ പറ്റുന്ന അത്രയും സമയം ഇരിക്കാം. ആ സമയത്ത് എന്ത് ചെയ്യാം, വളരെ കുറച്ച് സാധനങ്ങൾ, പഴങ്ങൾ, ചെറുപഴങ്ങളൊക്കെ ആയിട്ടും, അതുപോലെ അരിയാഹാരം പാടെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഏകാദശിയിൽ അന്ന് മൊത്തമായിട്ട് അരിയാഹാരം മുഴുവനായിട്ട് ഉപേക്ഷിക്കുക. ദ്വാദശി എന്ത് ചെയ്യാൻ പാടില്ല, ദ്വാദശി നോൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകാദശി കഴിഞ്ഞ് ദ്വാദശി ആവുന്ന മുമ്പ് എന്ത് ചെയ്യാം, പാരണ വീട്ടുക എന്ന് പറയും. പാരണ തുടങ്ങി പാരണ വീട്ടണം. ചില എന്ത് ചെയ്യണം, ഈ തുളസി തീർത്ഥം കുടിച്ച് ഏകാദശി അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, 2 മണി അരിയും കൂടെ കൂട്ടിയിട്ട് ഈ ഏകാദശി വ്രതം നമ്മൾ അവസാനിപ്പിക്കണം. അതിനുശേഷം ഏകാദശി കഴിഞ്ഞ് ദ്വാദശിക്കായ കഴിക്കുക എന്ന് പറയും. ചില നമ്മുടെ നെല്ലിക്ക കൂട്ടി കഴിക്കണം എന്നാണ് പറയാം. ഊണ് കഴിക്കണം എന്നൊക്കെയാണ് പറയാ പൊതുവെ. നെല്ലിക്ക അച്ചാറ് അല്ലെങ്കിൽ നെല്ലിക്ക കഴിക്കണം ദ്വാദശിക്ക് എന്ന് പറയാറുണ്ട് പൊതുവെ. അപ്പോൾ എങ്ങനെ ഒരിക്കലും ഉണ്ണുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രാവിലെ അമ്പലത്തിൽ പോയി തീർത്ഥമൊക്കെ കുടിച്ച് ഒരിക്കൽ തുടങ്ങുന്ന സമയത്ത് രാവിലെ ഗോതമ്പിൻ്റെയോ എന്താ വെച്ചാൽ രാവിലെ കഴിക്കാം, പഴങ്ങളോ എന്താ വെച്ചാൽ കഴിക്കാനായിട്ട് വ്രതം എടുക്കരുത് കേട്ടോ. നമുക്ക് വിശപ്പ് തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള പാകത്തിന് വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുക. അതാണ് ശരിക്കും ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എന്ത് ചെയ്യാം, ചോറുണ്ണാം. ഇത്തിരി ചോറ്, നമുക്ക് അത്യാവശ്യം ഇത്തിരി ചോറ്, മോരോ എന്തൊക്കെ കൂട്ടിയിട്ട് ഇത്തിരി ചോറുണ്ണാം. അതിനുശേഷം എന്ത് ചെയ്യുക, വൈകുന്നേരത്തെ ആണെങ്കിലും ഇതുപോലെ ഗോതമ്പിൻ്റെയോ മറ്റു കാര്യങ്ങളോ കഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നേരം ഊണ് കഴിക്കുക. ബാക്കിയുള്ള സമയത്ത് എന്തൊക്കെ എല്ലാം എന്ത് ചെയ്യുക, അതുപോലെ പഴങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ച് അത്യാവശ്യം വിശപ്പ് അടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഉണ്ണുക എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ അസുഖമായിട്ടിരിക്കുന്ന ആളുകൾക്കൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മുഴുവനായിട്ട് ആഹാരങ്ങളൊന്നും ഉപേക്ഷിച്ച് മറ്റേ അധികാരമൊന്നും കഴിക്കാണ്ട് ഒന്നും പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരിക്കലെടുക്കാനും നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഒരു പ്രത്യേകതയാണുള്ളത്. ഒരുപാട് ചോയ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ അതിലൊരു കാര്യമാണ് ഇത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, വ്രതം എടുക്കുക അല്ലേ. മുഴുവനായിട്ട് വ്രതം എടുക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ശിവരാത്രി പോലുള്ള വ്രതങ്ങൾ എടുക്കുകയെന്ന് വെച്ചാൽ അത് കുറച്ച് കഠിനം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കുക നമുക്ക് നോക്കാം. ശിവരാത്രി വ്രതമൊക്കെ എടുക്കുമ്പോൾ തലേ ദിവസം, അതായത് ശിവരാത്രിക്ക് തലേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ആദ്യം പറഞ്ഞ നമ്മൾ ഒരിക്കലുണ്ടല്ലോ, ഈ ഒരിക്കലും ഉണ്ണണം വെച്ചാൽ വൈകുന്നേരം രാവിലെ എന്താ വെച്ചാൽ കഴിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. വൈകുന്നേരം എന്ത് ചെയ്യാൻ പാടില്ല, ഊണ് കഴിക്കാൻ പാടില്ല, അരിഭക്ഷണം കഴിക്കാൻ പാടില്ല. ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെയോ മറ്റു കാര്യങ്ങളോ റവയോ ഗോതമ്പോ വെള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, പിറ്റേ ദിവസം രാവിലെ മുതൽ, അതായത് ശിവരാത്രിയുടെ അന്ന് മുതൽ എന്ത് ചെയ്യാം, നമ്മളൊന്നും കഴിക്കുന്നില്ല. ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ എല്ലാ പൂജകളും തൊഴുത് അങ്ങനെ ഇരിക്കുക. പറ്റുന്ന പോലെയൊക്കെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയാം, പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്നാ പറയാ. രാത്രി ഉറങ്ങാനും പാടില്ല, കണ്ണടച്ച് പോരുത് എന്നൊക്കെ പറയും. എന്നിരുന്നാലും ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ അടഞ്ഞു പോകും. കാരണം ഇന്നത്തെ കാലമാണ്, അത്രയും ചൂടൊക്കെയാണ്. കുംഭമാസത്തിലാണ് ശിവരാത്രി വരിക, അപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ കുളിച്ച് ഭഗവാന്റെ നിർമ്മാലയം തൊഴുതിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഏകാശി ശിവരാത്രിയൊക്കെ പോലുള്ള വ്രതങ്ങൾ മുറിക്കാൻ പാടുള്ളൂ എന്നാ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് പ്രധാനമായിട്ടുള്ള 3-4 വ്രതങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇനി ഇഷ്ടം പോലെ ഉണ്ട്, നോക്കണ ആളുകളുണ്ട്, പല വിധാനങ്ങളുണ്ട്, ദേശാന്തരങ്ങളായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഇതെല്ലാം ഇതിലുണ്ടാവാം. അപ്പോൾ കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു
സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. ഇനി പലതും ഉണ്ടാവാം, അത് കമൻറ്റ് ബോക്സിലൊക്കെ അറിയുന്ന ആളുകളൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയക്കൂ, നോക്കൂ, നമുക്ക് നോക്കാം. ഏതൊക്കെ ദേശകാലാടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും, എന്നാലും കോമൺലി ഉള്ള ഒരു അവസ്ഥയാണ് പറഞ്ഞത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ശ്രീ മഹാദേവിയെ നമഃ.